പല ആൾക്കാരും അസ്വസ്ഥരാണ്. എങ്ങനെ പെണ്ണുങ്ങൾക്ക് സൗജന്യം കൊടുക്കും, എങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്താൽ ഈ വണ്ടി ഓടും? അപ്പൊ ഈ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയാൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും സൗജന്യമില്ല, കുട്ടികൾക്കും സൗജന്യമില്ല. അവിടെ ഇന്ത്യൻ പൗരനാണോ സൗജന്യമല്ലേ അവിടെ കൊടുക്കുന്നത്? അത് വേറെ അല്ലേ? അതുപോലെയാണോ ഇത്? എന്താ അതുപോലെയല്ലേ ഇത്? അവിടെ സ്റ്റെതസ്കോപ്പും സൂചിയും സിറിഞ്ചും വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടക്ടർ ബാഗും റാക്കും അല്ലെങ്കിൽ ATM അല്ലേ വെക്കുന്നത്? സർക്കാരിന്റെ നയാണതോ, അത് നടപ്പാക്കാൻ അവർക്ക് എന്തെങ്കിലും പോളിസി ഉണ്ടാവും. നിങ്ങൾ എന്തിനങ്ങനെ ആകുലപ്പെടുന്നത്? കടജടവാര ഏറ്റെടുക്കുന്നു പറഞ്ഞിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പ് ഏറ്റെടുക്കാതെ ഞങ്ങളെ പറ്റിച്ച പോലെ അല്ലല്ലോ, മാന്യമായിട്ട് അവർ നടത്തുന്നല്ലേ പറഞ്ഞു. ഈ 1-ാം തീയതി നമുക്ക് 31-ാം തീയതി കിട്ടേണ്ട ശമ്പളം 1-ാം തീയതി ഏതാനും മണിക്കൂർ വൈകിട്ടാണെങ്കിലും കിട്ടേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിറയുന്ന കുറെ അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടപ്പോൾ അത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചില ആളുകൾ സംസാരിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തുന്നത്. ഇതിന് ചോദിക്കുന്ന ചോദ്യം INTUC അതുപോലെ തന്നെ TDF-ന്റെ പ്രവർത്തകന്മാർ സർക്കാരിന് അനുകൂലമായിട്ട് ഫ്ലെക്സ് വെച്ചിരിക്കുന്നു, അവർ വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞു. അതിനവർക്ക് യോഗ്യത ഉണ്ടല്ലോ വെക്കാൻ, അവർക്ക് അതിനുള്ള അർഹത ഉണ്ടല്ലോ. അവരെ സർക്കാർ അധികാരത്തിൽ വന്നു, പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ശരി തന്നെയാണ്. 1-ാം തീയതി ശമ്പളം തന്നില്ലേ? അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നു. മാനുഷിക പരിഗണനയിൽ മരിച്ചുപോയ ആളുകളുടെ മക്കൾക്ക് ഇവിടെ ജോലി കൊടുക്കണമെന്നും അതോടൊപ്പം വളരെ അപകടകരമായ രീതിയിൽ ഒരാൾ മരണപ്പെട്ടു പോയതിന്റെ ഫോട്ടോ മകൻ എടുത്തു വെച്ചിട്ട് മന്ത്രിയെ ചെന്ന് കാണിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ മനസ്സ്, ഒരു തൊഴിലാളി വർഗത്തിനോട് താല്പര്യം തോന്നുന്ന മനസ്സ് മാറിയിട്ട് എത്രയും പെട്ടെന്ന് ഇതിനകത്ത് കഴിഞ്ഞ 10 വർഷമായി തടഞ്ഞു വെച്ച ആശ്രിത നിയമനം നടപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം ചിന്തിച്ചത്. അപ്പൊ ഇവിടെ ഈ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റിനെ TDF-കാരനും INTC-കാരനും അവർക്ക് അനുകൂലമായ രീതിയിൽ ഫ്ലക്സും പോസ്റ്റും വെക്കുന്നതിന് ഇവിടെ ആകെ അസ്വസ്ഥരായിട്ട് കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ട്. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, അത് അവർ ശീലിച്ചതാ. എന്റെ ഭാഗത്തുള്ള ആൾക്കാർ എന്തെങ്കിലും നല്ല ചെയ്താലും ചീത്ത ചെയ്താലും, നല്ല ചെയ്താൽ നല്ല രീതിയിൽ, മോശം ചെയ്താൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പോസ്റ്റ്, മറ്റവൻ എന്ത് നല്ല ചെയ്താലും അതിനെ മുഴുവൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ്. അതൊരു കുഷ്ഠം ബാധിച്ച മനസ്സുകളുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ നമ്മളെ പോലുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത്, എന്തുകൊണ്ടാണ് ഇതിനെ അഭിനന്ദിക്കുന്നത് ചോദിച്ചാൽ, ശമ്പളം നമ്മുടെ അവകാശമല്ലേ? അതെ, അത് കൃത്യമായിട്ട് 1-ാം തീയതി തരേണ്ടതല്ലേ? അതെ, അതിലെന്താ പിന്നെ പുതുമുള്ളത്? പിന്നെ എന്തിനാണ് നമ്മൾ അവരെ എന്താ പറയാ അഭിനന്ദിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനെ അഭിനന്ദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇതിന് കാണുന്ന വ്യത്യാസം, സാധാരണയായി നടന്നു വരുന്ന 10 വർഷത്തോളം അല്ലെങ്കിൽ 8 വർഷത്തോളമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, 100 മാസമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആചാര ലംഘനങ്ങളൊക്കെ അങ്ങ് കാറ്റിപ്പറത്തിയിട്ട് ഒരു യഥാർത്ഥ വിപ്ലവമാണ് ഇപ്പൊ UDF സർക്കാർ 1-ാം തീയതി കാട്ടിയത്. അടുത്ത മാസം അത് കാണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ അടുത്തതിനെ പറ്റി അങ്ങനെ ആയിത്തീരുമെന്ന് ചിന്തിക്കുക. അതല്ല, അടുത്ത മാസം അത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വിമർശിക്കാം, അതിൽ തെറ്റൊന്നുമില്ല, എതിർക്കാം, സമരം ചെയ്യാം. പക്ഷെ ഇതുവരെ ചെയ്ത പ്രവൃത്തിയിൽ ആ പറയുന്ന സംസ്കാരങ്ങൾ, ആ പറയുന്ന ആചാരങ്ങൾ ചവിട്ടി പുറത്താക്കിയിട്ട് ഇത് വൃത്തികെട്ട തൊഴിലാളി ദ്രോഹമായ നടപടിയായിരുന്നു എന്ന് കാണിച്ചിട്ട് ഇവരിത് ചെയ്യാനുള്ള ഇച്ഛാശക്തി കാട്ടിയ ഈ പറയുന്ന UDF സർക്കാരിനെ ആദ്യമായിട്ട് നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. എന്താണ് പണ്ട് നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ ഈ ശമ്പളം വൈകുന്നു, 1-ാം തീയതി കഴിയുന്നു, 2-ാം തീയതി കഴിയുന്നു, പിന്നെ പ്രമുഖ യൂണിയന്റെ നേതാവ് അവിടെ നിന്ന് ഫയൽ എടുത്തിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നു, പിന്നെ ധനകാര്യ വകുപ്പിന്റെ ഉള്ളിൽ പോകുന്നു, അവിടെ നിന്ന് ഒപ്പിടിക്കുന്നു, അപ്പോഴേക്കും അവിടെ ഒപ്പ് തെറ്റി വരുന്നു, വീണ്ടും കൊണ്ട് ഒപ്പിടിക്കാൻ പോകുന്നു, എന്തെല്ലാം ന്യായീകരണം. അത് കഴിഞ്ഞ് KSRTC-യിൽ വരുന്നു, അപ്പോഴേക്ക് ശീർഷകം എന്ന് പറഞ്ഞ സംഭവം വരുന്നു. ആ ശീർഷകത്തിലൂടെ ഇത്രയും ഫണ്ട് അനുവദിച്ചിരിക്കുന്നു പറഞ്ഞാൽ ട്രഷറി ഭാഷ, ഖജനാവിന്റെ ഭാഷ. അത് കഴിഞ്ഞ് ഇത് സംഭവം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഫണ്ട് ട്രഷറിക്ക് നിന്ന് KSRTC-യുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ള താമസം, കാരണം സെക്രട്ടേറിയറ്റിൽ നിന്ന് നടന്നിട്ട് വേണം ചീഫ് ഓഫീസിലേക്ക് വരാൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പിറ്റേ ദിവസം അവധിയാണെങ്കിൽ അതിന്റെ അടുത്ത ദിവസം പ്രതീക്ഷിച്ചാൽ മതി. ആ സമയത്തേക്ക് ഇവിടെ അടവുകൾ തെറ്റി ഈ ബജാജിന്റെ ഒക്കെ കുട്ടികൾക്ക് പഠിക്കാൻ ഫോൺ എടുത്തു കൊടുത്ത ആൾക്കാരുടെയൊക്കെ എന്താ പറയാ ഫൈനായി. ആകെ 2000 രൂപ അടയ്ക്കേണ്ട EMI-ക്ക് 600 രൂപ ഫൈൻ വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് മാത്രം, ഇത് കഴിഞ്ഞാലോ കംപ്ലീറ്റ് പത്രക്കാരെ വിളിക്കുന്നു, KSRTC-ക്ക് ഇതാ ഞങ്ങൾ ചേർത്ത് പിടിച്ച് സർക്കാരിന്റെ ഖജനാവ്. ബാക്കിയുള്ളവർക്കൊക്കെ പറമ്പിൽ കിടക്കുന്ന ആട്ടുംകാട്ടം പെറുക്കിയിട്ട് ശമ്പളം കൊടുക്കുമ്പോൾ KSRTC-ക്ക് മാത്രം സർക്കാരിന്റെ ഖജനാവ് ഞങ്ങൾ ഇതാ തള്ളി കൊടുക്കുന്നു. ഇത് കേട്ടിട്ട് ഇങ്ങനെ കോൾമയ കൊള്ളുന്ന കുറെ ആളുകൾ നമ്മുടെ യൂണിറ്റിൽ എല്ലാം നഷ്ടത്തിലാണ്. ഇത് ഞങ്ങളാണ് വാരി പിടിച്ച് നന്നാക്കിയത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇമാതിരിയുള്ള ഓരോ വൃത്തികേടുകളും പറഞ്ഞിരുന്ന ആളുകൾക്ക് ഇപ്പൊ അസ്വസ്ഥരാണ്. ഇത് പറയിപ്പിക്കാതെ കൊടുത്തല്ലോ. അതായത് ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് 1-ാം തീയതി കിട്ടേണ്ട, അതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ നാളിതുവരെ ഞങ്ങൾ അനുഭവിച്ച നാണക്കേട് ഇല്ലാതെ ഞങ്ങൾക്ക് ഇത് നിങ്ങൾ തന്നല്ലോ. അതിനാണ് ഞങ്ങൾ ഈ UDF ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതിനിപ്പോഴത്തെ ഈ ഗവൺമെന്റ് അഭിനന്ദനം അർഹിക്കുന്നു. പ്രിയപ്പെട്ട UDF-ന്റെ ആളുകളോട് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ സർക്കാരിനോട് പറയാനുള്ളത്, ഇത് ഈ രീതിയിൽ നിലനിർത്തിക്കൊണ്ടു എല്ലാം വാരി പിടിച്ച് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നൊന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഞങ്ങൾക്ക് പ്രായോഗിക ബുദ്ധിയുള്ള ആൾക്കാരാണ്.
അത് കിട്ടിയില്ലല്ലോ, എന്ത് കിട്ടിയാലും അത് പോരല്ലോ, ഇത് പോരല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റിനെ തെറ്റായിട്ട് തന്നെ ഞങ്ങൾ പറയും, ശരിയായിട്ട് പറയും. ആശ്രിത നിയമനക്കാരുടെ കാര്യത്തിൽ ആ രീതിയിൽ നിങ്ങൾ നീക്കുപോക്ക് നടത്തുന്ന ബഹുമാനപ്പെട്ട മന്ത്രി, മനുഷ്യത്വമുള്ള മന്ത്രി, അവിടെ തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ചിരിക്കുന്ന മുഖ്യമന്ത്രി, അതൊക്കെ നമ്മൾ കാണണം. എന്തോ ആയിക്കോട്ടെ, പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കേണ്ടതാണ് എന്നല്ലേ പറഞ്ഞത്. അതിന് മുന്നേ എന്താ പറഞ്ഞിരുന്നത്? ഞങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ഇവിടെ ഒരു സംരക്ഷണം നടപ്പാക്കരുത്, ജീവനക്കാർക്ക് ഒരു കുന്തും കൊടുക്കരുത്, ഇതൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പൊ അതാ കാണുന്നു, ബഹുമാനപ്പെട്ട MLA വിൻസെന്റ് സാറാണെന്ന് തോന്നുന്നു കൊണ്ട് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് INDC-കാരുടെ നേതൃത്വത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ആ കൊടുത്ത അപേക്ഷയിൽ പറഞ്ഞ് ഞങ്ങളെ ഡ്യൂട്ടി സറണ്ടറും അതോടൊപ്പം IB-യും കയ്യിൽ തന്നെ തരണമെന്ന്. അതുകൂടി തന്നു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആണ് നിങ്ങളുടെ ഈ പോക്ക് എന്ന് ഞങ്ങൾക്ക് അഭിനന്ദിക്കേണ്ടി വരും. കാരണം ജീവനക്കാർ അത്ര ഇതൊന്നും വലിയ ആനക്കാരില്ലെന്നേ. ഇത് അമേരിക്കൻ നിയമത്തിനോ അല്ലെ തൊഴിലാളി വർഗ സിദ്ധാന്തത്തിനെതിരാണോ? ഈ ബാറ്റ കയ്യിലാണ്ട് കൊടുത്ത എന്താ കുഴപ്പം? അത് ബാങ്കിൽ കൂടെ ആക്കുക, എന്നിട്ട് അത് കിട്ടാതിരിക്കുക, എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് തോന്നുമ്പോൾ കയറുക, അത് തന്നെ SBIയുടെ അക്കൗണ്ട് കയറുക, അതാ ശമ്പളത്തിൽ നിന്ന് എടുത്ത ലോണിലേക്ക് അത് പിടിച്ചു പോകും. ഇവനെന്താ സറണ്ടർ ചെയ്തുകൊണ്ടൊരു ഗുണം? അങ്ങനെ ആളുകളെ ശരിക്കും പറഞ്ഞ അങ്ങനെ വെറുതെ നരകിപ്പിച്ചിരുന്ന ഒരു വൃത്തികെട്ട സംസ്കാരത്തിൽ നിന്ന് മാറിയിട്ട് ആശ്വാസത്തോടു കൂടി ഡിപ്പോയിലേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഇതുവരെയുള്ള പ്രവൃത്തിയായിട്ടുണ്ട്. ഇനിയും ഒരുപാട് മാറാനുണ്ട്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഞങ്ങൾ ആവശ്യപ്പെടും. അതുപോലെ തന്നെ നിങ്ങളും അത് കൊടുക്കണം. തൊഴിലാളികളെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന എല്ലാ യൂണിയൻകാരും അത് കൊടുക്കണം. പിന്നെ ന്യായീകരിക്കുന്നവരും വരി 31-ാം തീയതി 30-ാം തീയതി സെന്റ് ഓഫിന്റെ ഒക്കെ സമയത്ത് പല ആൾക്കാരും അസ്വസ്ഥരാണ്. എങ്ങനെ പെണ്ണുങ്ങൾക്ക് സൗജന്യം കൊടുക്കും, എങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്താൽ ഈ വണ്ടി ഓടും. അപ്പൊ ഈ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയാൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും സൗജന്യമില്ല, കുട്ടികൾക്കും സൗജന്യമില്ല. അവിടെ ഇന്ത്യൻ പൗരനാണോ സൗജന്യമല്ലേ അവിടെ കൊടുക്കുന്നത്? അത് വേറെ അല്ലേ? അതുപോലെയാണോ ഇത്? എന്താ അതുപോലെയല്ലേ ഇത്? അവിടെ സ്റ്റെതസ്കോപ്പും സൂചിയും സിറിഞ്ചും വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടക്ടർ ബാഗും റാക്കും അല്ലെങ്കിൽ ATM അല്ലേ വെക്കുന്നത്? സർക്കാരിന്റെ നയാണെന്നോ അത് നടപ്പാക്കാൻ അവർക്ക് എന്തെങ്കിലും പോളിസി ഉണ്ടാവും. നിങ്ങൾ എന്തിനാ അങ്ങനെ ആകുലപ്പെടുന്നത്? കടകടവാര ഏറ്റെടുക്കുന്നു പറഞ്ഞിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പ് ഏറ്റെടുക്കാതെ ഞങ്ങളെ പറ്റിച്ച പോലെ അല്ലല്ലോ, മാന്യമായിട്ട് അവർ നടത്തുന്നല്ലേ പറഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് പറഞ്ഞിടത്തോളം പറ്റിക്കൽ ഒരു ഇത് താൽക്കാലിക ജീവനക്കാരെ ഞങ്ങൾ കയറിക്കഴിഞ്ഞാൽ ഉടനെ സ്ഥിരപ്പെടുത്തുന്നറില്ലേ? വല്ലതും സ്ഥിരപ്പെടുത്തി അന്ന് നോണ പറഞ്ഞ ഇവിടുത്തെ ജീവനക്കാരെ പറ്റിച്ചില്ല. അവർക്ക് 715 ഉറുപ്പിന്റെ കൂലി കൊടുക്കുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു അത് 900 ഉറുപ്പിയാക്കിയിട്ട് തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കണം. 900 അല്ല കൊടുക്കേണ്ടത്, അത് നിയമപരമായിട്ട് കൂടുതൽ കൊടുക്കാനുണ്ട്. പക്ഷേ ആ ബദലിക്കാർക്കെങ്കിലും ഒരു 900 ഉറുപ്പിക കൊടുക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് അത് ആശ്വാസമാവില്ലേ? അന്ന് നിങ്ങൾ എവിടെയായിരുന്നു ഈ പരിഹസിക്കുന്ന ആൾക്കാർ എതിർക്കുന്നവരും? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട് ഈ ഗവൺമെന്റിൽ. ഇതുവരെയുള്ളവരെ പ്രവർത്തനം വെച്ചിട്ട് 10 കൊല്ലത്തെ ദുരിതപൂർണമായ ജീവിതം കഴിഞ്ഞ് ഈ ഒരു വെളിച്ചത്തിന്റെ പ്രകാശത്തിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. അവിടെ INDC-കാർ ഫ്ലക്സ് വെച്ചിട്ട് പോസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അതിന് അർഹത ഉണ്ട്, യോഗ്യതയുണ്ട്. ആദ്യമായിട്ട് ആ സർക്കാരിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അത് ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക, എങ്കിൽ എന്നും നിങ്ങൾക്ക് ഫ്ലക്സ് വെക്കാൻ പറ്റും. കാരണം ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ഈ അനുഭവിച്ച് മൊത്തം മറന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഞങ്ങളുടെ ഈ എന്താ പറയാ പാരമ്പര്യം അത് പാർട്ടി ഓഫീസിൽ നിന്ന് ഉണ്ടായതല്ല, അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അടുത്ത് തന്നെ നമ്മുടെ DA എന്തെങ്കിലുമൊക്കെ വർധനവ് തരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ IB ഇതൊക്കെ സറണ്ടർ ചെയ്യുന്ന കയ്യിൽ തരിക, ആശ്രിത നിയമനം നടപ്പാക്കുക, ഇനിയുള്ള നിയമനങ്ങൾ PSC വഴിയാക്കുക. അതുപോലെ തന്നെ ഈ നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് ഞങ്ങളുടെ ശമ്പളം നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് തരുന്ന ഈ സമ്പ്രദായം ഒന്ന് മാറ്റി നിർത്തി തന്നാൽ ഞങ്ങൾ 2 കൈയും നീട്ടി നിങ്ങളെ സ്വീകരിക്കും. അത് മാത്രമല്ല, എഴുന്നേറ്റ് ഇന്ന് 2 കൈയും കൊട്ടി നിങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തരും എന്ന് മാത്രമാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്.